ബാലറ്റ് ഫൈറ്റിലേക്ക് സ്വാഗതം. ഇന്ന് ബാലറ്റ് ഫൈറ്റിന്റെ അതിഥി കാര 34-ാം വാർഡിലെ UDF സ്ഥാനാർത്ഥി മുസ്ലിം ലീഗിലെ ഉനൈസാണ്. സ്വാഗതം ഉനൈസിന് ബാലറ്റ് ഫൈറ്റിലേക്ക് സ്വാഗതം. 36-ാം വാർഡിലെ UDF സ്ഥാനാർത്ഥിയാണല്ലോ നിങ്ങൾ. എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? 36-ാം വാർഡിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പുരോഗതികൾ കൊണ്ടുവരേണ്ട, ഒരുപാട് മാറ്റങ്ങൾ വരേണ്ട ഒരു വാർഡാണ്. ഇനിയിപ്പം പുതിയതായിട്ടൊരു കൗൺസിലറായി തിരഞ്ഞെടുത്താൽ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുന്നതാണ്. ഇപ്പം നിങ്ങൾ പ്രചരണ രംഗത്ത് എങ്ങനെയാണ്? പ്രചരണ രംഗത്ത് വളരെ മുന്നേറ്റം തന്നെയാണ് കാഴ്ചവെക്കുന്നത്. നല്ല പ്രചരണ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. വീടുകളൊക്കെ കയറി ഇറങ്ങി 2-3 പ്രാവശ്യം വീട് ഇറങ്ങി. ഇപ്പം അവസാന വട്ടം കൂടി ഒന്ന് കയറണം. ഇപ്പം അവിടെ 4 സ്ഥാനാർത്ഥികൾ മത്സര രംഗത്തുണ്ടല്ലോ, എന്താണ് നിങ്ങളുടെ അഭിപ്രായം? 4 സ്ഥാനാർത്ഥികൾ വളരെ വാശിയേറിയാണ്. ഇപ്പോൾ കണ്ണൂർ ജില്ല തന്നെ ഏറ്റവും ശ്രദ്ധിക്കുന്ന ഒരു വാർഡാണ് 36-ാം വാർഡ്. നല്ലൊരു വാശിയേറിയ മത്സരം നടക്കുന്ന ഒരു വാർഡും കൂടിയാണ്. എത്ര ഭൂരിപക്ഷം ജയിക്കുന്ന നിങ്ങളെ കാഴ്ചപ്പാട്? എന്തായാലും ഒരു 100 വോട്ടിന് താഴെയുള്ള ഭൂരിപക്ഷത്തിന് ജയിക്കുമെന്ന് വിശ്വസിക്കുന്നു. UDF മുൻതൂക്കമുള്ള വാർഡാണോ ഇത്? പഴയ UDF മുൻതൂക്കമുള്ള വാർഡാണ്. ഇപ്പം നിലവിൽ പുനർനിർണ്ണയം നടത്തിയ സ്ഥിതിക്ക് ചില സമയത്ത് 2 പാർട്ടിക്കാരും സമാസമം ഉള്ള ഒരു വാർഡായിട്ടാണ് കാണുന്നത്. പ്രധാന മത്സരം ആരൊക്കെ തമ്മിലാണ്? പ്രധാന മത്സരം LDF ഉണ്ട്, UDF-ഉം അതുപോലെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയും കൂടിയുണ്ട്. പിന്നെ ഒരു കാര്യം ചോദിക്കാനുള്ളത്, നിങ്ങൾ ഈ സ്ഥാനാർത്ഥി നിർണയം നീണ്ടുപോയിരുന്നു. കാരണം കോൺഗ്രസിന് ആ സീറ്റ് വേണമെന്ന് പറഞ്ഞിട്ടൊരു ആദ്യകാലത്ത് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അവർ നിങ്ങളെ പാലം ഭരിക്കുമെന്നുള്ള ഒരു തോന്നലുണ്ടോ നിങ്ങൾക്ക്? അതൊന്നുമില്ല, അങ്ങനെ ഒരു തോന്നലൊന്നും നമുക്കില്ല. കാരണം അത് നമ്മൾ സീറ്റ് വെച്ച ധാരണയാണ്. 34-36 ഏതെങ്കിലും ഒരു സീറ്റ് നമുക്ക് മുസ്ലിം ലീഗിന് കൊടുക്കണമെന്ന് UDF കമ്മിറ്റിയോട് ആവശ്യപ്പെട്ടതാണ്. അപ്പോൾ അതിനു വേണ്ടി വെയിറ്റ് ചെയ്തതാണ്. അതുകൊണ്ടാണ് സ്ഥാനാർത്ഥിത്വം. അതെ, പൊതുവേ ഒരു ചർച്ചയുണ്ടായിരുന്നു. അത് ഈ കോൺഗ്രസിന് സീറ്റ് വേണമെന്നുള്ള ഒരു ഇതായാലും സ്ഥാനാർത്ഥി നിർണ്ണയം നീണ്ടുപോയത്. അതൊരു പ്രശ്നമുണ്ടോ? ഇല്ല, സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ വൈകിയതിൽ പ്രയാസങ്ങളൊന്നുമില്ല. കോൺഗ്രസിൻ്റെയും എല്ലാ പ്രവർത്തകരും നമ്മളിപ്പം സജീവമായിട്ട് ഇപ്പം നിലവിലുണ്ട്. അപ്പോൾ അവർ നമ്മുടെ കൂടെ തന്നെ എന്നും ഉണ്ടാകുന്നവരാണ്. അവർ അങ്ങനെ നമ്മുടെ കൂടെ തന്നെ എന്നും ഉറച്ച് നിൽക്കുന്നവരുമാണ്. ഇപ്പം എന്ത് പ്രവർത്തനങ്ങളാണ് കാഴ്ചവെക്കുന്നത് നിങ്ങളെ? നമ്മളെല്ലാ വീടുകളും കയറി ഇറങ്ങി എല്ലാവരും വ്യക്തിപരമായി കാണുന്നു. എല്ലാ വീട്ടിലും കയറി ഇറങ്ങി എല്ലാവരെയും കണ്ട് സംസാരിക്കുന്നു. നമ്മുടെ വാർഡിനെ കുറിച്ചൊക്കെ, അതിൻ്റെ വികസനത്തെ കുറിച്ചൊക്കെ സംസാരിക്കുന്നു. വേറെന്താ പറയാനുള്ളത് നിങ്ങൾക്ക്? ഏതായാലും നല്ലൊരു ഇലക്ഷൻ നടക്കുന്നൊരു വാർഡാണ്. അതുകൊണ്ട് തന്നെ വിജയിക്കുമെന്ന് വിശ്വസിക്കുന്നു. വിജയിക്കുന്ന എത്ര വോട്ടിന് വിജയിക്കുന്ന നിങ്ങൾ പറയുന്നത്? അല്ല, നമ്മളൊരു 100-ന് താഴെ എന്തായാലും വലിയ ഭൂരിപക്ഷം ഉണ്ടാവില്ല. വാശിയേറിയൊരു മത്സരമാണ്. പ്രധാന മത്സരം ആരൊക്കെ തമ്മില? LDF-ഉം UDF-ഉം തമ്മിലാ? അതെ അല്ലേ? 4 സ്ഥാനാർത്ഥികളുണ്ടല്ലോ അവിടെ. 4 സ്ഥാനാർത്ഥികളുണ്ട്. LDF-ന്റെ സ്ഥാനാർത്ഥിയുണ്ട്, കോൺഗ്രസിന്റെ കോൺഗ്രസ് എസിന്റെ ജേട്ടനും അതുപോലെ സ്വതന്ത്ര സ്ഥാനാർത്ഥി വൈശാഖും BJP-യിലെ രമേശനുമാണ് മത്സരിക്കുന്നത്. എല്ലാവരും നല്ല സജീവമുള്ളവരാണ്. എല്ലാവരും പ്രവർത്തന രംഗത്ത് സജീവമായിട്ടുണ്ട്. അതുകൊണ്ട് മത്സരം എന്തായാലും കഠിനമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ.